ഇനി 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാൻ മുഖമൊക്കെ കഴുകി. കയ്യിലും ഒക്കെ ഇട്ട് നല്ല കൈയൊക്കെ തുടച്ചു. നോക്കൂ, നല്ല മാറ്റമില്ലേ മുഖത്തിന്? നിങ്ങൾ കണ്ടോ? നല്ല മാറ്റം വരും, നല്ല ഫ്രഷാകും നമ്മൾ, നല്ല ഒരു തെളിച്ചമുണ്ടാകും, ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും, നല്ല നിറം കിട്ടും. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു പൊട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ മുഖം? നല്ല വ്യത്യാസം വന്നില്ലേ? അപ്പോൾ ഇതും നിസ്സാര ചിലവേ ഉള്ളൂ. ഈ അടിപൊളി ഫേസ് പാക്ക് നിങ്ങൾ ഇടണം, ഒരു ചിലവുമില്ല. ഇതാ 2 സ്പൂണ് തൈര് മാത്രമേ ഉള്ളൂ, ഉപ്പ് ചേർക്കാത്ത തൈര് വേണ്ടത്. അപ്പോൾ അറിയാതെ ഉപ്പിട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഒരു 2-3 ദിവസം കൂടുമ്പം ഇത്തിരി മാവെടുത്ത് ഇങ്ങനെ മുഖത്തൊന്ന് ചെയ്യുന്നതിന് എന്താ നിങ്ങൾക്ക് നഷ്ടം? നന്നായിരിക്കില്ലേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഒരു ചിലവുമില്ലാതെ, യാതൊരു ചിലവുമില്ലാതെ, ഇത് 2 സ്പൂൺ മാത്രം മതി. നമ്മുടെ ഫേസ് എന്തൊരു ശോഭയായിരിക്കും എന്നറിയാം, എന്തൊരു വെട്ടിത്തിളക്കമായിരിക്കും എന്നറിയാം. മുഖം കുറച്ച് നിറം വെച്ചിരിക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പറയും നിറത്തിലൊന്നും ഒരു കാര്യവുമില്ല, നിറം എന്നൊക്കെ, പിന്നെ വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും എന്നൊക്കെ വലിയ വീരവാദമൊക്കെ പറയും. പക്ഷെങ്കിൽ ഏത് കാര്യത്തിന് ചെന്നാലും, ഒരു കല്യാണത്തിന് ചെന്നാലും, എന്ത് കാര്യത്തിൽ തന്നെയായാലും, കുട്ടി എങ്ങനെയുണ്ടെന്ന്, ഓ കറുത്തിട്ട, പയ്യൻ എങ്ങനെയുണ്ട് കറുത്തിട്ട, ഇത് നമ്മുടെ നാട്ടിലെ ഒരു സംസാരമാണ് അല്ലേ? തൊലി ഉരിച്ചു കഴിഞ്ഞാൽ എല്ലാം ചുവപ്പാണ്, എല്ലാവരുടെയും ബ്ലഡ് ഒന്നാണെന്ന് വെച്ചാൽ ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ വേറെയാണ്. പക്ഷേ നല്ല ദീർഘായുസ്സും നല്ല ബുദ്ധിശക്തിയൊക്കെ ആണ് വേണ്ടത്. എങ്കിലും നിറവും തിരിയൊക്കെ അതിലൊരു നിറം എന്ന് വെച്ചാൽ വെളുക്കുക എന്നല്ല, മുഖത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കിന്ന് അങ്ങനെയൊരു ചിലവില്ല, നിസ്സാരമായ ഞങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞൂടെ, അരിപ്പൊടി ഫേസിന് നല്ലതാണ്. അരിപ്പൊടി ഇത്തിരി പാലിനകത്ത് അരിപ്പൊടി ഇട്ട് ഇത്തിരി കടലമാവും കൂടി ഇട്ട് ലേശം നാരങ്ങാനീര് ഒഴിച്ച് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച എന്തൊരു ചൈതന്യമായിരിക്കും എന്നറിയാം, എന്തോ തേജസ്സായിരിക്കും എന്നറിയാം. അതുപോലെ തന്നെയാണത്. അതുപോലെ ഉഴുന്ന് തന്നെ കൊണ്ടും ഫേഷ്യൽ ചെയ്യാം. ഇതൊക്കെ മുഖം വൃത്തിയെന്ന് മാത്രമല്ല, മുഖത്തിന് ആരോഗ്യവും കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രകാശം പോലെ ലൈറ്റ് പോരാൻ തോന്നി, ഞാൻ ഒരു ലൈറ്റ് ഇട്ടിട്ട്. എപ്പോഴും അതങ്ങ് മറക്കും. അപ്പോൾ ഇന്നതാ ഒരു ചിലവുമില്ല. നമ്മുടെ ദോശമാവ് തീരുന്ന ദിവസം ചെയ്താലും മതി, അതിലെയൊക്കെ കൂടെ വടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാവ്, ഇത് ഇഡ്ഡലി അല്ലേ ദോശ, അതിൻ്റെ മാവ് ഒന്നാണല്ലോ. നോക്കൂ, ആദ്യം നമ്മൾ വെളിച്ചെണ്ണ, ഒരു തുള്ളി വെളിച്ചെണ്ണ കൊണ്ട് നമ്മുടെ മുഖം ഒന്ന് ഒരു തുള്ളി മതി, ഒറ്റ തുള്ളി ശുദ്ധമായ വെളിച്ചെണ്ണ. എന്ത് നിറമായിരിക്കും, നന്നായിരിക്കും. നിങ്ങൾ കണ്ടോണം. ഇപ്പം പെടലിക്കും തേക്കണം കേട്ടോ, പക്ഷെ ഞാൻ ഇന്ന് പെടലിക്ക് തേക്കുന്നില്ല. കാരണം ഡ്രസ്സ് ഇത് മാറ്റാൻ മറന്നുപോയി. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സൊന്ന് മാറ്റണം. അത് തലയിലിരിക്കട്ടെ ആ വെളിച്ചെണ്ണ. ഇനി 1 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് നമുക്കങ്ങനെ നന്നായിട്ട് ഒന്ന്
വെളിച്ചെണ്ണയോളം നല്ലതൊന്നുമില്ല. ഇനിയാണ് നമ്മൾ ഇഡ്ഡലി മാവാണ്. ഒരു ചിലവുമില്ല. ഉഴുന്നും അരിയും മാത്രമാണ്. ഇത് അധികം പുളിക്കരുത്. ഉപ്പ് ഇടാത്ത മാവ് എടുക്കണം. ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉപ്പിടാത്ത മാവാണ് നല്ലത്. നമ്മൾ അരി അരച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം പലഹാരം ഉണ്ടാക്കാൻ നേരത്തല്ലേ ഉപ്പിട്ട് ഇളക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഉപ്പിടുന്നതിന് മുമ്പ് ഒരു 2 സ്പൂൺ എടുക്കണം. ടേബിൾ സ്പൂണിന് 2 സ്പൂൺ തന്നെ ധാരാളമാണ്. ഉപ്പിടുന്നതിന് മുമ്പ് എടുക്കണം. ഉപ്പിട്ട് പോയി എന്നുകൊണ്ടൊന്നും കുഴപ്പമൊന്നും വരില്ല, പക്ഷേ ഉപ്പിടുന്നതിന് മുമ്പാണ് നല്ലത്. ഇത് മസാജിങ് ഒന്നും വേണ്ട. ഇത് പുരട്ടി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം. ഇവിടെയൊക്കെ തേക്കണം. ഞാൻ ഡ്രസ്സ് മാറ്റാഞ്ഞുകൊണ്ട് അവിടെ തേക്കുന്നില്ല. ഞാൻ മറന്നുപോയി ഡ്രസ്സ് മാറ്റാൻ. കണ്ണിൻ്റെ ഇവിടെ ഈ ഒരുപാട് നേരം മൊബൈൽ നോക്കുന്നതുകൊണ്ടും ഈ കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇത് കരിമങ്ങല്ലിയൊക്കെ മാറും കേട്ടോ. ഇവിടെയാണ് ഇങ്ങനെ അധികവും കരിമങ്ങല്ലിയും കാണണം. അവിടെ ഏറെ തേച്ച് കൊടുക്കണം. ഇവിടെയാണ് കരിമങ്ങല്ലി അധികം ഉണ്ടാകാറുള്ളത്. അപ്പോൾ അവിടെ ഏറെ തേച്ച് കൊടുക്കണം. ഇത് കഴിയുമ്പോൾ നിങ്ങൾ മുഖം നോക്കിക്കോണം. എന്ത് രസമായിരിക്കും അറിയാം. നന്നായിരിക്കും. മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും. ഇതൊരു നല്ല പാക്കാണ് കേട്ടോ. ഹെയർ പാക്ക് പോലെ. ഞാൻ കഴിഞ്ഞ ദിവസം ഹെയർ പാക്ക് ഇട്ടിരുന്നു. നിങ്ങൾ ആ കാര്യമായിട്ട് ആരും അത് ഹെയർ പാക്ക് പോലെ കാണാതിരിക്കരുത്. എത്ര നല്ലൊരു ഹെയർ പാക്കാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നതെന്നറിയാം. എന്നിട്ട് അത് വളരെ കുറച്ച് പേരെ കണ്ടുള്ളൂ. കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് സമാധാനം. അത് നിത്യവും നമുക്ക് തേക്കാവുന്ന ഒരു ഹെയർ പാക്കാണ്. ഹെയർ പാക്കല്ലത്, ഹെയറിൻ്റെ ഒരു മുടിക്ക് ആരോഗ്യം വരാനും മുടി കറക്കാതിരിക്കാനും വേണ്ടിയുള്ള ഒരു ഹെയർ സിറമാണത്. ഒരു ടോണിക്ക് പോലെ, നമ്മൾ ശരീരത്തിന് ടോണിക്ക് പോലെ മുടിക്കൊരു ടോണിക്കാണ്. അതെന്നും വെളിച്ചെണ്ണ തേക്കുന്ന പോലെ വെളിച്ചെണ്ണ തേച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണ തേക്കുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിയുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ അത് സാധാ വെള്ളത്തിൽ സാധാ കുളിക്കുന്ന പോലെ അങ്ങ് കുളിച്ചാൽ മതി. ഒരു വിഷമമില്ലാത്ത ഒരു 15 ദിവസത്തേക്ക് അത് ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യാം. 15 ദിവസം അപ്പോൾ അത് തന്നെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 15 ദിവസം കഴിയുമ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. നല്ലതാണ് അത് കേട്ടോ. പിന്നെ 15 ദിവസത്തേക്ക് ഉണ്ടാക്കി സ്പ്രേയുടെ കുപ്പിയില്ലേ, സ്പ്രേ ചെയ്യുന്ന കുപ്പി, ആ കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചാൽ എന്നും എണ്ണ തേച്ച് തലയിൽ തേച്ച് കഴിഞ്ഞ് ഒരു എണ്ണ നല്ലോണം തേച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ തലയിലേക്ക് ആ എണ്ണ തേച്ച പോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി. ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ സാധാ പോലെ കുളിച്ചാൽ മതി. അതിൽ ഒരു മെനക്കേടും ഇല്ലാത്ത കാര്യമാണ്. അത് നല്ലതാണ്. അത് ചെറുപ്പക്കാരും ഒക്കെ തേക്കണം. കാരണം മുടിയിൽ ഒരു 10-15 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് മുതലേ ഇപ്പം നരയാം. അപ്പം ചെറുപ്പക്കാർക്കും ഒക്കെ അകാലം വരെ വരാതിരിക്കാനും നരച്ചോറുടെ മുടി കറക്കാനും ഒക്കെ പറ്റിയൊരു, അതൊരു ഡൈ ഒന്നുമല്ല, മുടി നരയ്ക്കാതിരിക്കാനാണ് ഉള്ളതാണ്. പക്ഷെ നരച്ചിട്ടുണ്ടെങ്കിൽ അത് കാലക്രമമായിട്ടേ മാറുകയുള്ളൂ. കാരണം ഒരു 10-15 ദിവസം തേച്ച് കഴിയുമ്പോഴേ ചെറിയ മാറ്റം വന്നു തുടങ്ങുകയുള്ളൂ. നല്ലതാണ്. ഇനി ഇത്രയും ബാക്കിയുണ്ട്. നിങ്ങൾ അരി ഉഴുന്ന് അരയ്ക്കുമ്പം
ഒരു ബൗളിൽ അരി ഉഴുന്നും അരച്ചതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തവിടെ മാറ്റി വെച്ചാൽ മതി. ഇത്തിരി പുളിപ്പ് തട്ടുമ്പം വേണം ഇത് നമ്മൾ ഇടാൻ. ഒരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടെ കിട്ടും. അരച്ചുടനെ തന്നെ എടുക്കരുത്. അരച്ചുടനെ തന്നെ എടുത്തിട്ട് ഈ ബൗളിൽ മാറ്റി അവിടെ വയ്ക്കണം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് പുളിക്കുമ്പോൾ നമ്മൾ, അല്ല ഇന്നലെ അരച്ച മാവാണെങ്കിൽ മാറ്റി വയ്ക്കുകയും വേണ്ട, ഇന്ന് തന്നെ എടുത്താൽ മതി. പക്ഷെ ഉപ്പിടാത്ത മാവാണ് നല്ലത് കേട്ടോ. ഇത് നല്ലതാണ്, നല്ല നല്ല സൂപ്പറാണ് ഇത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മുഖമൊക്കെ വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് എണ്ണ, നമ്മൾ മുഖത്തെ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണേലും തേക്കാം. ഇത്തിരി 2 തുള്ളി വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എടുത്തിട്ട് മുഖത്ത് നല്ലോണം ഒന്ന് മസാജ് ചെയ്യണം. മസാജ് ചെയ്തിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഈ ഇഡ്ഡലി മാവ് അല്ലെ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിരിക്കുക മാവ് അത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. നല്ലൊരു ഫേസ് പാക്കാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അത് ഈ കയ്യിലും ഒക്കെ ഇടണേ. നമ്മൾ ഇടുന്നതൊക്കെ നമ്മുടെ കഴുത്തിലും കൈവെള്ളയിലല്ല, കൈ മൊത്തം, കൈയുടെ പുറം അവിടെ ഒക്കെ ഒന്ന്, കൈയുടെ പുറമൊക്കെ ഒന്ന് ഇവിടെ ഒക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇത്രയധികം ഉണ്ട്. നമ്മുടെ കുറച്ചൊക്കെ നമ്മുടെ ഹെൽത്തും ബ്യൂട്ടിയും ഒക്കെ നോക്കണം. ബ്യൂട്ടി കുറച്ചൊരു കോൺഷ്യസ്, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഫേസിനൊക്കെ ഒരു തെളിച്ചമുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. എന്താ അറിയാം, നമ്മൾ 4 പേരുടെ കൂട്ടത്തിൽ പോകുമ്പോൾ കറുപ്പിനെന്ത് വെളുപ്പിനെന്തൊക്കെ ചോദിക്കുമെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവ് ഉണ്ടാകാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മിടുക്കരാ, അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് നന്നായിട്ട് പഠിക്കണമെന്നൊക്കെയുള്ള പണ്ടത്തെ പിള്ളേർക്ക്. ഞങ്ങളുടെ ചെറുപ്പകാലത്തെ പിള്ളേർക്കൊന്നും ഇതൊന്നുമില്ല. എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ അന്നൊന്നും ഈ സൗന്ദര്യം നോട്ടമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കഴുകിയിട്ട് കാണിക്കാം കേട്ടോ. ഇതൊരു ഭംഗിയായിരിക്കും എന്നറിയാം മുഖം, നല്ല ഭംഗിയായിരിക്കും മുഖം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇത് കാണിക്കാം. ഇനി 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാൻ മുഖമൊക്കെ കഴുകി. കയ്യിലും ഒക്കെ ഇട്ടതല്ലേ, കൈയൊക്കെ തുടച്ചു. നോക്കൂ, നല്ല മാറ്റമില്ലേ മുഖത്തിന്? അത് കണ്ട, നല്ല മാറ്റം വരും. നല്ല ഫ്രഷാകും നമ്മൾ. നല്ല ഒരു തെളിച്ചമുണ്ടാകും. ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും, നല്ല നിറം കിട്ടും. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു പൊട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ മുഖം? നല്ല വ്യത്യാസം വന്നില്ലേ? അപ്പോൾ ഇതും നിസ്സാര ചിലവേ ഉള്ളൂ. ഈ അടിപൊളി ഫേസ് പാക്ക് നിങ്ങൾ ഇടണം. ഒരു ചിലവുമില്ല. എന്താ, 2 സ്പൂണ് തൈര് മാത്രമേ ഉള്ളൂ. ഉപ്പ് ചേർക്കാത്ത തൈര് വേണ്ടത്. അപ്പോൾ അറിയാതെ ഉപ്പിട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഒരു 2-3 ദിവസം കൂടുമ്പം ഇത്തിരി മാവെടുത്ത് ഇങ്ങനെ മുഖത്തൊന്ന് ചെയ്യുന്നതിന് എന്താ നിങ്ങൾക്ക് നഷ്ടം? നന്നായിരിക്കില്ലേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇനി 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഞാൻ മുഖമൊക്കെ കഴുകി. കയ്യിലും ഒക്കെ ഇട്ടതല്ലേ, കൈയൊക്കെ തുടച്ചു. നോക്കൂ, നല്ല മാറ്റമില്ലേ മുഖത്തിന്? അത് കണ്ട, നല്ല മാറ്റം വരും. നല്ല ഫ്രഷാകും നമ്മൾ. നല്ല ഒരു തെളിച്ചമുണ്ടാകും. ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും, നല്ല നിറം കിട്ടും. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു പൊട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ മുഖം? നല്ല വ്യത്യാസം വന്നില്ലേ? അപ്പോൾ ഇതും
നിസ്സാര ചിലവേ ഉള്ളൂ. ഈ അടിപൊളി ഫേസ് പാക്ക് നിങ്ങൾ ഇടണം. ഒരു ചിലവുമില്ല. എന്താ 2 സ്പൂണ് തൈര് മാത്രമേ ഉള്ളൂ. ഉപ്പ് ചേർക്കാത്ത തൈര് വേണ്ടത്. അപ്പോൾ അറിയാതെ ഉപ്പിട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഒരു 2-3 ദിവസം കൂടുമ്പം ഇത്തിരി മാവെടുത്ത് ഇങ്ങനെ മുഖത്തൊന്ന് ചെയ്യുന്നതിന് എന്താ നിങ്ങൾക്ക് നഷ്ടം? നന്നായിരിക്കില്ലേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഒരു ചിലവുമില്ലാതെ, യാതൊരു ചിലവുമില്ലാതെ ഇത് 2 സ്പൂൺ മാത്രം മതി. നമ്മുടെ ഫേസ് എന്തൊരു ശോഭയായിരിക്കും എന്നറിയാം, എന്തൊരു വെട്ടിത്തിളക്കമായിരിക്കും എന്നറിയാം. മുഖം കുറച്ച് നിറം വെച്ചിരിക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പറയും എന്തേ നിറത്തിലൊന്നും ഒരു കാര്യവുമില്ല, നിറം പിന്നെ വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും എന്നൊക്കെ വലിയ വീരവാദമൊക്കെ പറയും. പക്ഷെങ്കിൽ ഏത് കാര്യത്തിന് ചെന്നാലും, ഒരു കല്യാണത്തിന് ചെന്നാലും, എന്ത് കാര്യത്തിൽ തന്നെയായാലും കുട്ടി എങ്ങനെയുണ്ടെന്ന് കറുത്തിട്ട, പയ്യൻ എങ്ങനെയുണ്ട് കറുത്തിട്ട. ഇത് നമ്മുടെ നാട്ടിലെ ഒരു സംസാരമാണ് അല്ലേ? തൊലി ഉരിച്ചു കഴിഞ്ഞാൽ എല്ലാം ചുവപ്പാണ്. എല്ലാവരുടെയും ബ്ലഡ് ഒന്നാണെന്ന് വെച്ചാൽ ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ വേറെയാണ്. പക്ഷേ നല്ല ദീർഘായുസ്സും നല്ല ബുദ്ധിശക്തിയൊക്കെ ആണ് വേണ്ടത്. എങ്കിലും നിറവും ഇത്തിരിയൊക്കെ അതൊരു നിറം എന്ന് വെച്ചാൽ വെളുക്കുക എന്നല്ല, മുഖത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കിന്ന് അങ്ങനെയൊരു ചിലവില്ല, നിസ്സാരമായ ഞങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞൂടെ, അരിപ്പൊടി ഫേസിന് നല്ലതാണ്. അരിപ്പൊടി ഇത്തിരി പാലിനകത്ത് അരിപ്പൊടി ഇട്ട് ഇത്തിരി കടലമാവും കൂടി ഇട്ട് ലേശം നാരങ്ങാനീര് ഒഴിച്ച് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച എന്തൊരു ചൈതന്യമായിരിക്കും എന്നറിയാം, എന്തോ തേജസ്സായിരിക്കും എന്നറിയാം. അതുപോലെ തന്നെയാണിത്. അതുപോലെ ഉഴുന്ന് തന്നെ കൊണ്ടും ഫേഷ്യൽ ചെയ്യാം. ഇതൊക്കെ മുഖം വൃത്തിയെന്ന് മാത്രമല്ല, മുഖത്തിന് ആരോഗ്യവും കൂട്ടുന്ന കാര്യങ്ങളാണിതൊക്കെ. പ്രകാശം പോലെ ലൈറ്റ് പോരാൻ തോന്നി, ഞാൻ ഒരു ലൈറ്റ് ഇട്ട് എപ്പോഴും അതങ്ങ് മറക്കും. അപ്പോൾ ഇന്നതാ ഒരു ചിലവുമില്ല. നമ്മുടെ ദോശമാവ് തീരുന്ന ദിവസം ചെയ്താലും മതി, അതിലെയൊക്കെ കൂടെ വടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാവ്, ഇത് ഇഡ്ഡലി അല്ലേ ദോശ, അതിൻ്റെ മാവ് ഒന്നാണല്ലോ. നോക്കൂ, ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒരു തുള്ളി വെളിച്ചെണ്ണ കൊണ്ട് നമ്മുടെ മുഖം ഒന്ന് ഒരു തുള്ളി മതി, ഒറ്റ തുള്ളി ശുദ്ധമായ വെളിച്ചെണ്ണ. എന്ത് നിറമായിരിക്കും, നന്നായിരിക്കും. നിങ്ങൾ കണ്ടോണം. ഇപ്പോൾ പെടലിക്കും തേക്കണം കേട്ടോ, പക്ഷെ ഞാൻ ഇന്ന് പെടലിക്ക് തേക്കുന്നില്ല. കാരണം ഡ്രസ്സ് ഇത് മാറ്റാൻ മറന്നുപോയി. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സൊന്ന് മാറ്റണം. അത് തലയിലിരിക്കട്ടെ ആ വെളിച്ചെണ്ണ. ഇനി 1 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് നമുക്കങ്ങനെ നന്നായിട്ട് ഒന്ന്, വെളിച്ചെണ്ണയോളം നല്ലതൊന്നുമില്ല. ഇനിയാണ് നമ്മൾ ഇഡ്ഡലി മാവാണ്.
ഒരു ചിലവുമില്ല. ഉഴുന്നും അരിയും മാത്രമാണ്. ഇത് അധികം പുളിക്കരുത്. ഉപ്പ് ഇടാത്ത മാവ് എടുക്കണം. ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉപ്പിടാത്ത മാവാണ് നല്ലത്. നമ്മൾ അരി അരച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം പലഹാരം ഉണ്ടാക്കാൻ നേരത്തല്ലേ ഉപ്പിട്ട് ഇളക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഉപ്പിടുന്നതിന് മുമ്പ് ഒരു 2 സ്പൂൺ എടുക്കണം. ടേബിൾ സ്പൂണിന് 2 സ്പൂൺ തന്നെ ധാരാളമാണ്. ഉപ്പിടുന്നതിന് മുമ്പ് എടുക്കണം. ഉപ്പിട്ട് പോയി കണ്ടൊന്നും കുഴപ്പമൊന്നും വരില്ല, പക്ഷേ ഉപ്പിടുന്നതിന് മുമ്പാണ് നല്ലത്. ഇത് മസാജിങ് ഒന്നും വേണ്ട. ഇത് പുരട്ടി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം. ഇവിടെയൊക്കെ തേക്കണം. ഞാൻ ഡ്രസ്സ് മാറ്റാഞ്ഞുകൊണ്ട് അവിടെ തേക്കുന്നില്ല. ഞാൻ മറന്നുപോയി ഡ്രസ്സ് മാറ്റാൻ. കണ്ണിൻ്റെ ഇവിടെ ഈ ഒരുപാട് നേരം മൊബൈൽ നോക്കുന്നതുകൊണ്ടും ഈ കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇത് കരിമങ്ങല്ലിയൊക്കെ മാറും കേട്ടോ. ഇവിടെയാണ് ഇങ്ങനെ അധികം കരിമങ്ങല്ലിയും കാണുന്നത്. അവിടെ ഏറെ തേച്ച് കൊടുക്കണം. ഇവിടെയാണ് കരിമങ്ങല്ലി അധികം ഉണ്ടാകാറുള്ളത്. അപ്പോൾ അവിടെ ഏറെ തേച്ച് കൊടുക്കണം. ഇത് കഴിയുമ്പോൾ നിങ്ങൾ മുഖം നോക്കിക്കോണം. എന്ത് രസമായിരിക്കും അറിയാം. നന്നായിരിക്കും. മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും. ഇതൊരു നല്ല പാക്കാണ് കേട്ടോ. ഹെയർ പാക്ക് പോലെ. ഞാൻ കഴിഞ്ഞ ദിവസം ഹെയർ പാക്ക് ഇട്ടിരുന്നു. നിങ്ങൾ ആ കാര്യമായിട്ട് ആരും അത് ഹെയർ പാക്ക് പോലെ കാണാതിരിക്കരുത്. എത്ര നല്ലൊരു ഹെയർ പാക്കാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നതെന്നറിയാം. എന്നിട്ട് അത് വളരെ കുറച്ച് പേരെ കണ്ടുള്ളൂ. കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് സമാധാനം. അത് നിത്യവും നമുക്ക് തേക്കാവുന്ന ഒരു ഹെയർ പാക്കാണ്. ഹെയർ പാക്കല്ലത്, ഹെയറിൻ്റെ ഒരു മുടിക്ക് ആരോഗ്യം വരാനും മുടി കറക്കാതിരിക്കാനും വേണ്ടിയുള്ള ഒരു ഹെയർ സിറമാണത്. ഒരു ടോണിക്ക് പോലെ, നമ്മുടെ ശരീരത്തിന് ടോണിക്ക് പോലെ മുടിക്കൊരു ടോണിക്കാണ്. അതെന്നും വെളിച്ചെണ്ണ തേക്കുന്ന പോലെ വെളിച്ചെണ്ണ തേച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണ തേക്കുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിയുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ അത് സാധാ വെള്ളത്തിൽ സാധാ കുളിക്കുന്ന പോലെ അങ്ങ് കുളിച്ചാൽ മതി. ഒരു വിഷമമില്ലാത്ത ഒരു 15 ദിവസത്തേക്ക് അത് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. 15 ദിവസം അപ്പോൾ അത് തന്നെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 15 ദിവസം കഴിയുമ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. നല്ലതാണ് അത് കേട്ടോ. പിന്നെ 15 ദിവസത്തേക്ക് ഉണ്ടാക്കി സ്പ്രേയുടെ കുപ്പിയില്ലേ, സ്പ്രേ ചെയ്യുന്ന കുപ്പി, ആ കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചാൽ എന്നും എണ്ണ തേച്ച് തലയിൽ തേച്ച് കഴിഞ്ഞ് ഒരു എണ്ണ നല്ലോണം തേച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ തലയിലേക്ക് ആ എണ്ണ തേച്ച പോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി. ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ സാധാ പോലെ കുളിച്ചാൽ മതി. അതിൽ ഒരു മെനക്കേടും ഇല്ലാത്ത കാര്യമാണ്. അത് നല്ലതാണ്. അത് ചെറുപ്പക്കാരും ഒക്കെ തേക്കണം. കാരണം മുടിയിൽ ഒരു 10-15 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് മുതലേ ഇപ്പം നരയാം. അപ്പം ചെറുപ്പക്കാർക്കും ഒക്കെ അകാലം നര വരാതിരിക്കാനും നരച്ചോറുടെ മുടി കറക്കാനും ഒക്കെ പറ്റിയൊരു, അതൊരു ഡൈ ഒന്നുമല്ല, മുടി നരയ്ക്കാതിരിക്കാനാണ് ഉള്ളതാണ്. പക്ഷെ നരച്ചിട്ടുണ്ടെങ്കിൽ അത് കാലക്രമമായിട്ടേ മാറുകയുള്ളൂ. കാരണം ഒരു 10-15 ദിവസം തേച്ച് കഴിയുമ്പോഴേ ചെറിയ മാറ്റം വന്നു തുടങ്ങുകയുള്ളൂ. നല്ലതാണ്. ഇനി ഇത്രയും ബാക്കിയുണ്ട്. നിങ്ങൾ അരി ഉഴുന്ന് അരയ്ക്കുമ്പം ഒരു ബൗളിൽ അരി ഉഴുന്ന് അരച്ചതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തോടെ മാറ്റി വെച്ചാൽ മതി. ഇത്തിരി പുളിപ്പ് തട്ടുമ്പം വേണം ഇത് നമ്മൾ ഇടാൻ. ഒരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടെ കിട്ടും. അരച്ചുടനെ തന്നെ എടുക്കരുത്. അരച്ചുടനെ തന്നെ എടുത്തിട്ട് ഈ ബൗളിൽ മാറ്റി അവിടെ വയ്ക്കണം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് പുളിക്കുമ്പോൾ നമ്മൾ, അല്ല ഇന്നലെ അരച്ച മാവാണെങ്കിൽ മാറ്റി വയ്ക്കുകയും വേണ്ട, ഇന്ന് തന്നെ എടുത്താൽ മതി. പക്ഷെ ഉപ്പിടാത്ത മാവാണ് നല്ലത് കേട്ടോ. ഇത് നല്ലതാണ്. നല്ല സൂപ്പറാണ് ഇത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മുഖമൊക്കെ വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് എണ്ണ നമ്മൾ മുഖത്തെ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണേലും തേക്കാം. ഇത്തിരി 2 തുള്ളി വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എടുത്തിട്ട് മുഖത്ത് നല്ലോണം ഒന്ന് മസാജ് ചെയ്യണം. മസാജ് ചെയ്തിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഈ ഇഡ്ഡലി മാവ് അല്ലെ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിരിക്കുക മാവ് അത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. നല്ലൊരു ഫേസ് പാക്കാണിത്.
നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ കയ്യേലും ഒക്കെ ഇടണേ. നമ്മൾ ഇടുന്നതൊക്കെ നമ്മുടെ കഴുത്തിലും കൈവെള്ളയിലല്ല, കൈ മൊത്തം, കൈയുടെ പുറം അവിടെ ഒക്കെ ഒന്ന്, കൈയുടെ പുറമൊക്കെ ഒന്ന് ഇവിടെ ഒക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇത്രയധികം ഉണ്ട്. നമ്മുടെ കുറച്ചൊക്കെ നമ്മുടെ ഹെൽത്തും ബ്യൂട്ടിയും ഒക്കെ നോക്കണം. ബ്യൂട്ടി കുറച്ചൊരു കോൺഷ്യസ്, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഫേസിനൊക്കെ ഒരു തെളിച്ചമുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. എന്താ അറിയാം, നമ്മൾ 4 പേരുടെ കൂട്ടത്തിൽ പോകുമ്പോൾ കറുപ്പിനെന്ത് വെളുപ്പിനെന്തൊക്കെ ചോദിക്കുമെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവ് ഉണ്ടാകാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മിടുക്കരാ, അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് നന്നായിട്ട് പഠിക്കണമെന്നൊക്കെയുള്ള പണ്ടത്തെ പിള്ളേർക്ക്. ഞങ്ങളുടെ ചെറുപ്പകാലത്തെ പിള്ളേർക്കൊന്നും ഇതൊന്നുമില്ല. എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ അന്നൊന്നും ഈ സൗന്ദര്യം നോട്ടമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കഴുകിയിട്ട് കാണിക്കാം കേട്ടോ. ഇതൊരു ഭംഗിയായിരിക്കും എന്നറിയാം മുഖം, നല്ല ഭംഗിയായിരിക്കും മുഖം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇത് കാണിക്കാം. ഇനി 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ മുഖമൊക്കെ കഴുകി. കയ്യിലും ഒക്കെ ഇട്ട് നല്ല കൈയൊക്കെ തുടച്ചു. നോക്കൂ, നല്ല മാറ്റമില്ലേ മുഖത്തിന്? കണ്ടോ? നല്ല മാറ്റം വരും, നല്ല ഫ്രഷാകും നമ്മൾ, നല്ല ഒരു തെളിച്ചമുണ്ടാകും, ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും, നല്ല നിറം കിട്ടും. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു പൊട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാവോ മുഖം? നല്ല വ്യത്യാസം വന്നില്ലേ? അപ്പോൾ ഇതും നിസ്സാര ചിലവേ ഉള്ളൂ. ഈ അടിപൊളി ഫേസ് പാക്ക് നിങ്ങൾ ഇടണം, ഒരു ചിലവുമില്ല. ഇതാ 2 സ്പൂണ് തൈര് മാത്രമേ ഉള്ളൂ. ഉപ്പ് ചേർക്കാത്ത തൈര് വേണ്ടത്. അപ്പോൾ അറിയാതെ ഉപ്പിട്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഒരു 2-3 ദിവസം കൂടുമ്പം ഇത്തിരി മാവെടുത്ത് ഇങ്ങനെ മുഖത്തൊന്ന് ചെയ്യുന്നതിന് എന്താ നിങ്ങൾക്ക് നഷ്ടം? നന്നായിരിക്കില്ലേ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ ഒരു ചിലവുമില്ലാതെ, യാതൊരു ചിലവുമില്ലാതെ, ഇത് 2 സ്പൂൺ മാത്രം മതി. നമ്മുടെ ഫേസ് എന്തൊരു ശോഭയായിരിക്കും എന്നറിയാം, എന്തൊരു വെട്ടിത്തിളക്കമായിരിക്കും എന്നറിയാം. മുഖം കുറച്ച് നിറം വെച്ചിരിക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പറയും അല്ലേ, നിറത്തിലൊന്നും ഒരു കാര്യവുമില്ല, നിറം പിന്നെ വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും എന്നൊക്കെ വലിയ വീരവാദമൊക്കെ പറയും. പക്ഷെങ്കിൽ ഏത് കാര്യത്തിന് ചെന്നാലും, ഒരു കല്യാണത്തിന് ചെന്നാലും, എന്ത് കാര്യത്തിൽ തന്നെയായാലും, കുട്ടി എങ്ങനെയുണ്ടെന്ന്, ഓ കറുത്തിട്ട, പയ്യൻ എങ്ങനെയുണ്ട് കറുത്തിട്ട, ഇത് നമ്മുടെ നാട്ടിലെ ഒരു സംസാരമാണ് അല്ലേ? തൊലി ഉരിച്ചു കഴിഞ്ഞാൽ എല്ലാം ചുവപ്പാണ്, എല്ലാവരുടെയും ബ്ലഡ് ഒന്നാണെന്ന് വെച്ചാൽ ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ വേറെയാണ്. പക്ഷേ നല്ല ദീർഘായുസ്സും നല്ല ബുദ്ധിശക്തിയൊക്കെ ആണ് വേണ്ടത്. എങ്കിലും നിറവും ഇത്തിരിയൊക്കെ അതിലൊരു നിറം എന്ന് വെച്ചാൽ വെളുക്കുക എന്നല്ല, മുഖത്തിൻ്റെ ഐശ്വര്യം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കിന്ന് അങ്ങനെ ഒരു ചിലവില്ല, നിസ്സാരമായ ഞങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞൂടെ, അരിപ്പൊടി ഫേസിന് നല്ലതാണ്. അരിപ്പൊടി ഇത്തിരി പാലിനകത്ത് അരിപ്പൊടി ഇട്ട് ഇത്തിരി കടലമാവും കൂടി ഇട്ട് ലേശം നാരങ്ങാനീര് ഒഴിച്ച് മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച എന്തൊരു ചൈതന്യമായിരിക്കും അറിയാം, എന്തോ തേജസ്സായിരിക്കും അറിയാം. അതുപോലെ തന്നെയാണത്. അതുപോലെ ഉഴുന്ന് തന്നെ കൊണ്ടും ഫേഷ്യൽ ചെയ്യാം. ഇതൊക്കെ മുഖം വൃത്തിയെന്ന് മാത്രമല്ല, മുഖത്തിന് ആരോഗ്യവും കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രകാശം പോലെ ലൈറ്റ് പോരാൻ തോന്നി, ഞാൻ ഒരു ലൈറ്റ് ഇട്ടിട്ട് എപ്പോഴും അതങ്ങ് മറക്കും. അപ്പോൾ ഇന്നതാ ഒരു ചിലവുമില്ല. നമ്മുടെ ദോശമാവ് തീരുന്ന ദിവസം ചെയ്താലും മതി, അതിലെയൊക്കെ കൂടെ വടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച്
മാവ്. ഇത് ഇഡ്ഡലി അല്ലേ ദോശ, അതിൻ്റെ മാവ് ഒന്നാണല്ലോ. നോക്കൂ, ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒരു തുള്ളി വെളിച്ചെണ്ണ കൊണ്ട് നമ്മുടെ മുഖം ഒന്ന് ഒരു തുള്ളി മതി, ഒറ്റ തുള്ളി ശുദ്ധമായ വെളിച്ചെണ്ണ. എന്ത് നിറമായിരിക്കും, നന്നായിരിക്കും. നിങ്ങൾ കണ്ടോണം. ഇപ്പം പെടലിക്കും തേക്കണം കേട്ടോ, പക്ഷെ ഞാൻ ഇന്ന് പെടലിക്ക് തേക്കുന്നില്ല. കാരണം ഡ്രസ്സ് ഇത് മാറ്റാൻ മറന്നുപോയി. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സൊന്ന് മാറ്റണം. അത് തലയിലിരിക്കട്ടെ ആ വെളിച്ചെണ്ണ. ഇനി ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ഇത് നമുക്കങ്ങനെ നന്നായിട്ട് ഒന്ന്, വെളിച്ചെണ്ണയോളം നല്ലതൊന്നുമില്ല. ഇനിയാണ് നമ്മൾ ഇഡലി മാവാണ്. ഒരു ചിലവുമില്ല. ഉഴുന്നും അരിയും മാത്രമാണ്. ഇത് അധികം പുളിക്കരുത്. ഉപ്പ് ഇടാത്ത മാവ് എടുക്കണം. ഉപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉപ്പിടാത്ത മാവാണ് നല്ലത്. നമ്മൾ അരി അരച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം പലഹാരം ഉണ്ടാക്കാൻ നേരത്തല്ലേ ഉപ്പിട്ട് ഇളക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഉപ്പിടുന്നതിന് മുമ്പ് ഒരു 2 സ്പൂൺ എടുക്കണം. ടേബിൾ സ്പൂണിന് 2 സ്പൂൺ തന്നെ ധാരാളമാണ്. ഉപ്പിടുന്നതിന് മുമ്പ് എടുക്കണം. ഉപ്പിട്ട് പോയി എന്നുകൊണ്ടൊന്നും കുഴപ്പമൊന്നും വരില്ല, പക്ഷേ ഉപ്പിടുന്നതിന് മുമ്പാണ് നല്ലത്. ഇത് മസാജിങ് ഒന്നും വേണ്ട. ഇത് പുരട്ടി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളയാം. ഇവിടെയൊക്കെ തേക്കണം. ഞാൻ ഡ്രസ്സ് മാറ്റാഞ്ഞുകൊണ്ട് അവിടെ തേക്കുന്നില്ല. ഞാൻ മറന്നുപോയി ഡ്രസ്സ് മാറ്റാൻ. കണ്ണിൻ്റെ ഇവിടെ ഈ ഒരുപാട് നേരം മൊബൈൽ നോക്കുന്നതുകൊണ്ടും ഈ കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് വരാൻ സാധ്യതയുണ്ട്. ഇത് കരിമങ്ങല്ലിയൊക്കെ മാറും കേട്ടോ. ഇവിടെയാണ് ഇങ്ങനെ അധികം കരിമങ്ങല്ലിയും കാണണം. അവിടെ ഏറെ തേച്ച് കൊടുക്കണം. ഇവിടെയാണ് കരിമങ്ങല്ലി അധികം ഉണ്ടാകാറുള്ളത്. അപ്പോൾ അവിടെ ഏറെ തേച്ച് കൊടുക്കണം. ഇത് കഴിയുമ്പോൾ നിങ്ങൾ മുഖം നോക്കിക്കോണം. എന്ത് രസമായിരിക്കും അറിയാം. നന്നായിരിക്കും. മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും. ഇതൊരു നല്ല പാക്കാണ് കേട്ടോ. ഹെയർ പാക്ക് പോലെ. ഞാൻ കഴിഞ്ഞ ദിവസം ഹെയർ പാക്ക് ഇട്ടിരുന്നു. നിങ്ങൾ ആ കാര്യമായിട്ട് ആരും അത് ഹെയർ പാക്ക് പോലെ കാണാതിരിക്കരുത്. എത്ര നല്ലൊരു ഹെയർ പാക്കാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിരുന്നതെന്നറിയാം. എന്നിട്ട് അത് വളരെ കുറച്ച് പേരെ കണ്ടുള്ളൂ. കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് സമാധാനം. അത് നിത്യവും നമുക്ക് തേക്കാവുന്ന ഒരു ഹെയർ പാക്കാണ്. ഹെയർ പാക്കല്ലത്, ഹെയറിൻ്റെ ഒരു മുടിക്ക് ആരോഗ്യം വരാനും മുടി കറക്കാതിരിക്കാനും വേണ്ടിയുള്ള ഒരു ഹെയർ സിറമാണത്. ഒരു ടോണിക്ക് പോലെ, നമ്മൾ ശരീരത്തിന് ടോണിക്ക് പോലെ മുടിക്കൊരു ടോണിക്കാണ്. അതെന്നും വെളിച്ചെണ്ണ തേക്കുന്ന പോലെ വെളിച്ചെണ്ണ തേച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ ആ വെളിച്ചെണ്ണ തേക്കുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി.
ഒരു മണിക്കൂറോ 3/4 മണിക്കൂറോ കഴിയുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ അത് സാധാ വെള്ളത്തിൽ സാധാ കുളിക്കുന്ന പോലെ അങ്ങ് കുളിച്ചാൽ മതി. ഒരു വിഷമമില്ലാത്ത ഒരു 15 ദിവസത്തേക്ക് അത് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം. 15 ദിവസം അപ്പോൾ അത് തന്നെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ 15 ദിവസം കഴിയുമ്പോൾ ഉണ്ടാക്കിയാൽ മതിയല്ലോ. നല്ലതാണ് അത് കേട്ടോ. പിന്നെ 15 ദിവസത്തേക്ക് ഉണ്ടാക്കി സ്പ്രേയുടെ കുപ്പിയിൽ സ്പ്രേ ചെയ്യുന്ന കുപ്പി ആ കുപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചാൽ എന്നും എണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞ് ഒരു എണ്ണ നല്ലോണം തേച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ തലയിലേക്ക് ആ എണ്ണ തേച്ച പോലെ തേച്ച് പിടിപ്പിച്ചാൽ മതി. ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ സാധാ പോലെ കുളിച്ചാൽ മതി. അതിലൊരു മെനക്കേടും ഇല്ലാത്ത കാര്യമാണ്. അത് നല്ലതാണ്. അത് ചെറുപ്പക്കാരും ഒക്കെ തേക്കണം. കാരണം മുടിയിൽ ഒരു 10-15 വയസ്സ് കഴിഞ്ഞ കുട്ടിക്ക് മുതലേ ഇപ്പം നരയാം. അപ്പം ചെറുപ്പക്കാർക്കും ഒക്കെ അകാലം വരെ വരാതിരിക്കാനും നരച്ചോറുടെ മുടി കറക്കാനും ഒക്കെ പറ്റിയൊരു അതൊരു ഡൈ ഒന്നുമല്ല, മുടി നരയ്ക്കാതിരിക്കാനാണ് ഉള്ളതാണ്. പക്ഷെ നരച്ചിട്ടുണ്ടെങ്കിൽ അത് കാലക്രമമായിട്ടേ മാറുകയുള്ളൂ. കാരണം ഒരു 10-15 ദിവസം തേച്ച് കഴിയുമ്പോഴേ ചെറിയ മാറ്റം വന്നു തുടങ്ങുകയുള്ളൂ. നല്ലതാണ്. ഇനി ഇത്രയും ബാക്കിയുണ്ട്. നിങ്ങൾ അരി ഉഴുന്ന് അരയ്ക്കുമ്പം ഒരു ബൗളിൽ അരി ഉഴുന്ന് അരച്ചതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തവിടെ മാറ്റി വെച്ചാൽ മതി. ഇത്തിരി പുളിപ്പ് തട്ടുമ്പം വേണം ഇത് നമ്മൾ ഇടാൻ. ഒരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടെ കിട്ടും. അരച്ചുടനെ തന്നെ എടുക്കരുത്. അരച്ചുടനെ തന്നെ എടുത്തിട്ട് ഈ ബൗളിൽ മാറ്റി അവിടെ വയ്ക്കണം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് പുളിക്കുമ്പോൾ നമ്മൾ അല്ല ഇന്നലെ അരച്ച മാവാണെങ്കിൽ മാറ്റി വയ്ക്കുകയും വേണ്ട, ഇന്ന് തന്നെ എടുത്താൽ മതി. പക്ഷെ ഉപ്പിടാത്ത മാവാണ് നല്ലത് കേട്ടോ. ഇത് നല്ലതാണ്. നല്ല സൂപ്പറാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മുഖമൊക്കെ വൃത്തിയായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ചിട്ട് എണ്ണ നമ്മൾ മുഖത്തെ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണേലും തേക്കാം. ഇത്തിരി 2 തുള്ളി വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എടുത്തിട്ട് മുഖത്ത് നല്ലോണം ഒന്ന് മസാജ് ചെയ്യണം. മസാജ് ചെയ്തിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഈ ഇഡ്ഡലി മാവ് അല്ലെ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിരിക്കുക മാവ് അത് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. നല്ലൊരു ഫേസ് പാക്കാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ കയ്യിലും ഒക്കെ ഇടണേ. നമ്മൾ ഇടുന്നതൊക്കെ നമ്മുടെ കഴുത്തിലും കൈവെള്ളയിലല്ല, കൈ മൊത്തം കൈയുടെ പുറം അവിടെ ഒക്കെ ഒന്ന് കൈയുടെ പുറമൊക്കെ ഒന്ന് ഇവിടെ ഒക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. ഇത്രയും അധികമുണ്ട്. കുറച്ചൊക്കെ നമ്മുടെ ഹെൽത്തും ബ്യൂട്ടിയും ഒക്കെ നോക്കണം. ബ്യൂട്ടി കുറച്ചൊരു കോൺഷ്യസ്, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഫേസിനൊക്കെ ഒരു തെളിച്ചമുണ്ടെങ്കിൽ. അതില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. എന്താ അറിയാം, നമ്മൾ 4 പേരുടെ കൂട്ടത്തിൽ പോകുമ്പോൾ കറുപ്പിനെന്ത് വെളുപ്പിനെന്തൊക്കെ ചോദിക്കുമെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവ് ഉണ്ടാകാറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മിടുക്കര, അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് നന്നായിട്ട് പഠിക്കണമെന്നൊക്കെയുള്ള പണ്ടത്തെ പിള്ളേർക്ക്. ഞങ്ങളുടെ ചെറുപ്പകാലത്തെ പിള്ളേർക്കൊന്നും ഇതൊന്നുമില്ല. എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ അന്നൊന്നും ഈ സൗന്ദര്യം നോട്ടമൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കഴുകിയിട്ട് കാണിക്കാം കേട്ടോ. ഇതൊരു ഭംഗിയായിരിക്കും എന്നറിയാം മുഖം. നല്ല ഭംഗിയായിരിക്കും മുഖം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇത് കാണിക്കാം.